വാങ്ങുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഇതിലൂടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യത്തേത്, മാസാമാസം 30% മുതൽ 50% വരെ EMI അടയ്ക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണ്ടി വരും. ഇതിലൂടെ നിങ്ങൾക്ക് സേവിങ്സ് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരു 15,000 രൂപയുടെ സാധനമാണ് EMIയിലൂടെ വാങ്ങുന്നതെങ്കിൽ അതിന്റെ പ്രോസസിംഗ് ഫീസ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിന് ഏകദേശം 12,000 രൂപയോ 13,000 രൂപയോ 15,000 രൂപയുടെ സാധനത്തിന് വേണ്ടി നൽകേണ്ടി വരും. മൂന്നാമത്തെ കാര്യം, എല്ലാ മാസവും EMI അടയ്ക്കണം എന്നോർത്തുള്ള മെന്റൽ പ്രഷറും നിങ്ങൾക്കുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, എന്നാൽ ഞാൻ EMI എടുക്കാൻ പാടില്ലേ? അങ്ങനെയൊന്നുമില്ല. ഹോം ലോൺ, എഡ്യൂക്കേഷൻ, ബിസിനസ് എന്നിങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം EMI എടുക്കുക. അല്ലാതെ ഐഫോൺ, വെക്കേഷൻ എന്നിങ്ങനെയുള്ള നിസാര കാര്യങ്ങൾക്ക് വേണ്ടി EMI എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നോ കോസ്റ്റ് EMI, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ EMI എന്നിവിടങ്ങളിൽ നിന്ന് EMI എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4ഉം 5ഉം EMI ഒരുമിച്ച് എടുക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് തന്നെയാണ് ഭാവിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ബോസ് വാല, ബി ദ ബോസ്.